നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 1ാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ബ്ലോക്ക് 1 യൂണിറ്റ് 2-ലെ രണ്ടിടങ്ങഴി ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടിടങ്ങഴിയുടെ രചയിതാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ റിയലിസ്റ്റിക് എഴുത്തുകാരിൽ മലയാള സാഹിത്യത്തിലെ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിൽപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് തകഴി. കുട്ടനാടിന്റെ കഥാകാരൻ എന്നും കേരള മോപ്പസാങ് എന്നുമെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു. 1984 അദ്ദേഹം ജ്ഞാനപീഠം നേടിയിട്ടുണ്ട്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിന് മുൻപ് തന്നെ തകഴിയും കേശവദേവും ബഷീറുമെല്ലാം റിയലിസ്റ്റിക് രീതിയിലുള്ള കൃതികൾ രചിച്ചിട്ടുള്ളവരാണ്. തകഴിയുടെ രണ്ടിടങ്ങഴി, ബഷീറിന്റെ ബാല്യകാല സഖി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിന് മുൻപ് തന്നെ തകഴിയും ബഷീറും കേശവദേവുമെല്ലാം റിയലിസ്റ്റിക് രീതിയിലുള്ള കൃതികൾ രചിച്ചിട്ടുള്ളവയാണ്. സമകാലിക രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളോട് പ്രതികരിക്കുന്നവയാണ് തകഴിയുടെ കൃതികൾ. 1940-കളിൽ തകഴി രചിച്ച രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, തലയോട് എന്നീ കൃതികൾ അന്നത്തെ രാഷ്ട്രീയവും സാമൂഹികവുമായ അവസ്ഥകളുടെ കൃത്യമായ ചിത്രീകരണങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യയശാസ്ത്രത്തെ സംവേദനക്ഷമതയോടെ ആവിഷ്കരിക്കാനും 1940-കളിൽ തകഴി രചിച്ച രണ്ടിടങ്ങഴി, തലയോട്, തോട്ടിയുടെ മകൻ എന്നീ കൃതികൾ അന്നത്തെ സാമൂഹിക അവസ്ഥയുടെ കൃത്യമായ ചിത്രീകരണങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കാനും അതിനെ സംവേദനക്ഷമതയോടെ ആവിഷ്കരിക്കാനും തകഴിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ കൃതികളുടെ മികച്ച നേട്ടമായി നമുക്ക് എടുത്തു കാണിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടിടങ്ങഴി എന്ന കൃതിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. കുട്ടനാടൻ മണ്ണിന്റെ പശിമയും വീര്യവും ഉൾക്കൊള്ളുന്ന കൃതിയാണ് രണ്ടിടങ്ങഴി. കൃഷി ഒരു വ്യവസായമായി കുട്ടനാടൻ മണ്ണിന്റെ പശിമയും വീര്യവും ഉൾക്കൊള്ളുന്ന കൃതിയാണ് രണ്ടിടങ്ങഴി. കൃഷി ഒരു വ്യവസായമായി മാറിയതോടെ ജന്മിമാർ കൂടുതൽ സ്വാർത്ഥന്മാരായി തീർന്നു. അതനുസരിച്ച് കുടിയാന്മാർ അനുഭവിക്കേണ്ടി വന്ന വേദനകളും യാതനകളും അവഗണനകളും ഒന്നുകൂടെ വർദ്ധിച്ചു. അത് അവരെ രാഷ്ട്രീയ ബോധവും വർഗബോധവും ഉള്ളവരാക്കി തീർത്തു. അത്തരം ഒരു കാലഘട്ടത്തിന്റെ ചിത്രീകരണം നമുക്ക് രണ്ടിടങ്ങഴിയിൽ കാണാം. കോരന്റെയും ചിരിതയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലൂടെയാണ് നോവലിന്റെ തുടക്കം. ചിരിതയുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലൂടെയാണ് നോവലിന്റെ തുടക്കം. ചിരിത വളരെ സുന്ദരിയും അധ്വാനശീലയുമാണ്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം ചെയ്യാൻ ഒരുപാട് യുവാക്കൾ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ചിരിതയെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ അവളുടെ പിതാവ് ആവശ്യപ്പെടുന്നത് നാട്ടുനടപ്പ് ഇല്ലാത്ത വിധം ഒരു വലിയ തുക പെൺപണമായി നൽകണം എന്നാണ്. എന്നാൽ അവളെ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കൊന്നും അത് സാധ്യമാകുന്നില്ല. കോരനും ചാത്തനും ചിരിതയെ പ്രണയിക്കുന്ന യുവാക്കളാണ്. ചിരിതയോടുള്ള അഗാധ പ്രണയം മൂലം കോരൻ ആ വലിയ തുക പെൺപണമായി കൊടുത്ത് അവളെ വിവാഹം ചെയ്യുന്നു. ആ തുക പെൺപണമായി കണ്ടെത്തുന്നതിന് വേണ്ടി അവന് പുഷ്പവേലിൽ ഔസേപ്പ് എന്ന വ്യക്തിയുടെ ഓണപ്പണിക്കാരനായി മാറേണ്ടി വന്നു. വിവാഹത്തെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം കോരൻ തന്റെ പിതാവിനെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഉപേക്ഷിച്ച് തന്റെ സുഹൃത്തായ കുഞ്ഞാപ്പിയോടൊപ്പം താമസിക്കുന്നു. വിവാഹത്തെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം
കോരൻ തന്റെ പിതാവിനെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഉപേക്ഷിച്ച് തന്റെ മറ്റൊരു സുഹൃത്തായ കുഞ്ഞാപ്പിയോടൊപ്പം താമസിക്കുന്നു. തുടർന്ന് നോവലിൽ കോരനും ചിരിതയും തമ്മിലുള്ള സുന്ദരമായ ദാമ്പത്യ ജീവിതത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാം. അവരിരുവർക്കും കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കോരനെ സംബന്ധിച്ചിടത്തോളം അല്ലലില്ലാതെ ചിരിതയെ സംരക്ഷിക്കണം, ഒരു നല്ല കൂര വേണം, അവൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, ആലപ്പുഴയിൽ പോയി അവളോടൊപ്പം ഒരു സിനിമ കാണണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ. പക്ഷേ അന്നത്തെ സാമൂഹ്യാവസ്ഥ അതിനു പോലും തടസ്സമായിരുന്നു. ജന്മി നൽകുന്ന കൂലി, തൊഴിലാളിയുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും ജന്മി നൽകുന്ന കൂലി കൊണ്ട് തൊഴിലാളിക്കും ജന്മി നൽകുന്ന കൂലി കൊണ്ട് തൊഴിലാളിക്കും അവന്റെ കുടുംബത്തിനും വിശപ്പടക്കാൻ പോലും കഴിയുന്നില്ല. അത് തൊഴിലാളിയെ പ്രകോപിതനാക്കുകയാണ്. തുടർന്ന് എല്ലുമുറിയെ പണിയെടുത്തിട്ടും തുച്ഛമായ കൂലിയാണ് ജന്മി നൽകുന്നത്. അത് തിരിച്ചറിയുന്ന തൊഴിലാളി വർഗബോധമുള്ളവനായി മാറുന്നു. നെല്ല് കരിഞ്ചന്തയ്ക്ക് വിറ്റ് ജന്മി കീശ വീർപ്പിക്കുന്നു എന്ന സത്യം കുടിയാന്മാരിൽ അവകാശബോധം വളർത്തുകയാണ് ഉണ്ടാകുന്നത്. രാപ്പകലില്ലാതെ എല്ലുമുറിയെ പണിയെടുത്തിട്ടും തുച്ഛമായ കൂലിയാണ് ലഭിക്കുന്നത്. അത് കുടിയാന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും പര്യാപ്തമാകുന്നില്ല. അത് അവനിൽ വർഗബോധം വളർത്തുന്നു. നെല്ല് കരിഞ്ചന്തയ്ക്ക് വിറ്റ് ജന്മി കീശ വീർപ്പിക്കുകയാണെന്ന സത്യം കുടിയാനെ പ്രകോപിതനാക്കുന്നു. നാട്ടിൽ കർഷക പ്രസ്ഥാനം ഉയർന്നു വരികയും കോരൻ അതിന്റെ നേതാവായി മാറുകയും ചെയ്യുന്നു. കർഷക പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സർക്കാർ ഭൂവുടമകളുടെ ഭാഗം ചേരുകയാണ് ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ കോരന് ഒളിവിൽ പോകേണ്ടി വരുന്നു. ചിരിത ഗർഭിണിയാണ്. അവൾ കുടിലിൽ ഒറ്റയ്ക്കാവുന്നു. രാത്രിയുടെ മറവിൽ ഒരു രാത്രിയിൽ ചിരിതയെ കാണാൻ വേണ്ടി ഒളിച്ചു വന്ന കോരൻ കാണുന്ന കാഴ്ച അതും ഗർഭിണിയായ അവസ്ഥയിൽ അവളെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ജന്മിപുത്രനെയാണ്. കുപിതനായ കോരൻ ജന്മിപുത്രനെ കൊല്ലുന്നു. തുടർന്ന് അയാൾ ജയിലിൽ പോകേണ്ടി വരുന്നു. ജയിലിൽ തന്നെ സന്ദർശിക്കാൻ എത്തിയ ചിരിതയോടും പണ്ട് ചിരിതയെ പ്രണയിച്ചിരുന്ന ചാത്തനോടും അവർ വിവാഹം ചെയ്ത് ജീവിക്കണം എന്ന രീതിയിലാണ് കോരൻ സംസാരിക്കുന്നത്. എന്ന് തന്നെയല്ല, പണ്ട് ചിരിതയെ പ്രണയിച്ചിരുന്ന ചാത്തന്റെ കയ്യിൽ ചിരിതയുടെ കൈ പിടിച്ചേൽപ്പിക്കുന്നും ഉണ്ട് അയാൾ. പക്ഷേ ചിരിത ചാത്തനെ സഹോദരനായി മാത്രമേ കാണുന്നുള്ളൂ. അവന്റെ ഉള്ളിൽ തന്നോടുള്ള പഴയ പ്രണയമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും അവൾക്ക് കോരനോടുള്ള പ്രണയസ്ഥിരതയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. നാട് മുഴുവൻ ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്റെ കുടിലിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചാത്തനോട് അവൾക്ക് പുച്ഛവും വെറുപ്പും തോന്നുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ തന്റെ രക്തം പോലും തിളയ്ക്കുന്ന ഈ വേളയിൽ ഒരു പെണ്ണിനെ കുറിച്ചോർത്ത് ചടഞ്ഞിരിക്കുന്ന ഇയാളെ ഒരാട്ടാട്ടിയിട്ട് ഇറങ്ങിപ്പോ ചൂലേ എന്ന് പറയണമെന്ന് പോലും ഇറങ്ങിപ്പോ ചൂലേ എന്ന് പറയണമെന്ന് പോലും അവൾക്ക് തോന്നുന്നുണ്ട്. കോരൻ കൈപിടിച്ച് ഏൽപ്പിച്ചുവെങ്കിലും ഒരിക്കലും ചിരിത ചാത്തനെ പ്രണയഭാവത്തോടെ നോക്കിക്കണ്ടിട്ടില്ല. അവൾ അവനെ സഹോദര സ്ഥാനത്ത് തന്നെയാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. അവൾ അനുവദിച്ചിരുന്നതിൽ നിന്നും ഒരടി പോലും ചാത്തൻ മുന്നോട്ട് കടക്കുന്നില്ല. അവളോടുള്ള പ്രണയം ഉള്ളിൽ നിറഞ്ഞ് തുളുമ്പുമ്പോഴും അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ കഴിയാത്തപ്പോഴും അവളുടെ ചാരിത്രനിഷ്ഠയെ അവൻ ബഹുമാനിക്കുന്നു. അവളുടെ കുഞ്ഞിനെ അവൻ അമ്മാവനായി തീരുന്നു. ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കോരൻ ചിരിതയോട് ചോദിക്കുന്നത് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കോരൻ ചാത്തനോട് ചോദിക്കുന്നത് നിനക്കെത്ര കുട്ടികളുണ്ട് എന്നാണ്. അത് സ്വന്തം ഭാര്യയുടെ
പ്രണയസ്ഥിരതയിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിച്ചിരുന്നത് കൊണ്ടാവാം. പുത്തനുണർവും ശുഭാപ്തി വിശ്വാസവുമുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജയിലിൽ പോയ നേതാവിന്റെ കുടുംബത്തിന് കാവലിരുന്നു എന്ന മഹത്തായ ലക്ഷ്യം ചാത്തൻ നിർവഹിച്ചു എന്ന രീതിയിലും നമുക്ക് ചാത്തൻ എന്ന കഥാപാത്രത്തെ വ്യാഖ്യാനിച്ചെടുക്കാം. എങ്കിലും ആദർശപരതയല്ല, വൈയക്തികമായ പ്രണയഭാവമാണ് അയാളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് നോവലിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നായക കഥാപാത്രമായ ചാത്തനേക്കാൾ മിഴിവുള്ള കഥാപാത്രമായി നിലകൊള്ളുന്നത് ഇവിടെ ചിരുതയാണ് എന്ന് പറയേണ്ടി വരും. കോരൻ വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഭാര്യയോടുള്ള കടമ പലപ്പോഴും മറന്നു പോകുന്നു. താൻ ഒന്നിനും തടസ്സമാവില്ല എന്ന് ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും തുറന്ന് പറയുന്നുണ്ട് അവൾ. ഞങ്ങളും യോഗമുണ്ടാക്കും, ഞങ്ങളും ജയിലിൽ പോകും എന്ന് പറയുന്ന വർഗബോധമുള്ള ഒരു കർഷക സ്ത്രീയുടെ പ്രതീകമാണ് അവൾ. തങ്ങളുടെ ചാരിത്രത്തിന് ജന്മിമാർ വില പറയുന്നു എന്ന അവസ്ഥ അവളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഒന്ന് പ്രസവിക്കുക കൂടി ചെയ്താൽ പിന്നെ അവരെ ഭയപ്പെടേണ്ടതില്ല എന്ന മറ്റു സ്ത്രീകളുടെ വാക്കു കേൾക്കുമ്പോൾ തനിക്ക് ഏനൊന്ന് പെറണം എന്നാണ് അവൾ കോരനോട് ആവശ്യപ്പെടുന്നത്. അത് അന്ന് കാലത്തെ താഴേക്കിടയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയെ തുറന്ന് കാണിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും തനതായ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും അങ്ങനെ നായിക പ്രാധാന്യമുള്ള ഒരു നോവലായി രണ്ടിടങ്ങഴിയെ വളർത്തിയെടുക്കാൻ തകഴിക്ക് കഴിഞ്ഞു എന്നുകൂടെയും നമുക്ക് ഈ നോവൽ നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായി ചിരുതയെ വളർത്തിയെടുക്കാൻ തകഴിക്ക് കഴിഞ്ഞു എന്നതും നമുക്ക് ഈ നോവലിന്റെ പ്രത്യേകതയായി ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. അക്കാലത്തെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരാൻ തകഴിയുടെ ഈ കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം എന്നത് നിസ്തർക്കവുമാണ്. ഇതാണ് രണ്ടിടങ്ങഴി എന്ന നോവലിന്റെ ഇതിവൃത്ത സംഗ്രഹം. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിൽ കാണാം.